നമസ്കാരം, എല്ലാവർക്കും ഇംഗ്ലീഷ് വൈൻസിലേക്ക് സ്വാഗതം. പിന്നെ എല്ലാവരും ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ തുടങ്ങിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പേടി കൂടാതെ മടി കൂടാതെ പ്രത്യേകിച്ച് നിബന്ധനകളും കടമ്പകളും ഒന്നും പാലിക്കാതെ സ്വതന്ത്രമായ തൻ്റെ ഇടത്തോടുകൂടി സുഹൃത്തുക്കളും അതുപോലെ തന്നെ വളരെ പ്രിയപ്പെട്ടവരൊക്കെ ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം. അങ്ങനെ തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇല്ലെങ്കിൽ തുടങ്ങിക്കോളുക, ചട്ടക്കൂടൊന്നും വേണ്ടതിന് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് സ്വന്തമായിട്ട് എഴുതാനും സംസാരിക്കാനും ഒക്കെയുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട്, അതായത് മറ്റുള്ളവരുടെ ലൈൻസ് അതുപോലെയുള്ളതൊന്നും നമ്മൾ കോട്ട് ചെയ്യാതെ നമ്മുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഇംഗ്ലീഷ് അതുണ്ടാക്കാനും സംസാരിക്കാനും എഴുതാനും ഒക്കെ ആയിട്ടുള്ള പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സീരീസ് തന്നെയാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഒരു സാമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരികയാണ്. അതിനെ പിടിച്ചുകൊണ്ട് അതിൻ്റെ ചൂട് വെച്ചുകൊണ്ട് നിങ്ങൾ സ്വതന്ത്രമായിട്ട് നിങ്ങളുടേതായിട്ടുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കണം. അപ്പോൾ അതിന് നിങ്ങളെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ സീരീസാണ് നമ്മളിപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഈ പേഴ്സണൽ പ്രൊനൗൺസ്, പ്രൈമറി ഓക്സിലറീസ്, അതിൻ്റെ പ്രത്യേകം വീഡിയോ തന്നിട്ടുണ്ട്. ഇനി അത് പേഴ്സണൽ പ്രൊനൗൺസും ഈ പ്രൈമറി ഓക്സിലറീസും കൂട്ടി ഇണക്കിക്കൊണ്ട് അവയുടെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വീഡിയോ ഇറക്കിയത്. അപ്പോൾ അതിലെടുത്തിരിക്കുന്നത് നമ്മൾ പ്രോനൗൺ, പേഴ്സണൽ പ്രോനൗൺ ഐ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിനോട് ചേരുന്ന പ്രൈമറി ഓക്സിലറീസ് ആയിട്ടുള്ള ആം, വാസ്, ഐ ആം, ഐ വാസ്, ഇതിനെ രണ്ടിനെയും ബന്ധപ്പെടുത്തിയാണ് കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുള്ളത്. ആ ബന്ധപ്പെടുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം അതിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്, ഐ വാസ് അതിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. അത് പോസിറ്റീവ് സെൻറ്റൻസിൽ നിന്ന് നെഗറ്റീവ് സെൻറ്റൻസിലേക്ക് മാറ്റുന്നത് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അത് പോസിറ്റീവ് ക്വസ്റ്റ്യൻ, പിന്നെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ, അതൊക്കെ എങ്ങനെയാക്കുന്നതെന്നൊക്കെ അത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ അതിൻ്റെ സീരീസായിട്ടുള്ള ഇപ്പോഴത്തെ വീഡിയോയിൽ ഇനി അതിൻ്റെ ബാലൻസ് ഭാഗമായിട്ടുള്ള ഐ ഹാവ്, ഐ ഹാഡ്, ആ രണ്ട് പ്രയോഗങ്ങൾ അതെങ്ങനെയാണ് നമ്മൾ ആ പ്രയോഗങ്ങൾ വെച്ചുകൊണ്ട് എങ്ങനെ നമ്മൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്നു നമുക്ക് പറയാനും എഴുതാനും, അതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രാൻസ്ലേഷൻ ചെയ്യാനായിട്ട് കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. അതിൽ ചിലരൊക്കെ അതിൻ്റെ ട്രാൻസ്ലേഷൻ ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് അയച്ചു വരികയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഐ ഹാവ്, ഐ ഹാഡിനെ കുറിച്ച് ഞാൻ ആ ക്ലാസ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് ട്രാൻസ്ലേഷൻ ചെയ്യാനായിട്ട് കുറച്ച് സെൻറ്റൻസുകൾ തരും. അപ്പോൾ ഏതായാലും നിങ്ങൾ അങ്ങനെ ഈ ട്രാൻസ്ലേഷൻ ചെയ്തതിന് ശേഷം അയച്ചു തരുന്നത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. നിങ്ങളത് സീരിയസ് ആയിട്ട് എടുക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലുമൊക്കെ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ തോന്നുകയാണെങ്കിൽ ഉണ്ടാക്കിക്കോ. വളരെ തൻ്റെ ഇടത്തോടു കൂടി നിങ്ങളിങ്ങോട്ടേക്ക് അയച്ചു തരിക. തെറ്റുകൾ തിരുത്തി നിങ്ങൾക്ക് നൽകുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചാനലിലൂടെ വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി മുന്നേറണം. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഈ അക്സെൻറ്റിൻ്റെ കാര്യം, അതുപോലെ തന്നെ ഈ ഉച്ചാരണം, ഈ പ്രൊനൗൺസിയേഷൻ്റെ കാര്യം, ഇതിനെപ്പറ്റിയൊക്കെ പലപ്പോഴും നിങ്ങളോട് ആരെങ്കിലുമൊക്കെ പറയുമായിരിക്കും. അതാണ് അതിലൊക്കെ ശ്രദ്ധിക്കുക തന്നെ വേണം, വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ ആദ്യത്തെ കർത്തവ്യം എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയേണ്ട, എന്നിട്ട് വേണ്ട നമുക്കിതിലേക്കൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ചാനലിലൂടെ ഞാൻ ഉദ്ദേശം വയ്ക്കുന്നത് നിങ്ങളെ കൊണ്ട് നല്ല ഇംഗ്ലീഷ് സംസാരിപ്പിക്കുക, നിങ്ങൾക്ക് സംസാരിക്കാനായിട്ടുള്ള തൻ്റെ ഇടം ഉണ്ടാക്കി തരിക, ഊർജം തരിക, നല്ല ഇംഗ്ലീഷ് എഴുതാനായിട്ട് പ്രാപ്തമാക്കുക. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ നല്ല ഉച്ചാരണത്തിലും അതുപോലെ തന്നെ നല്ല ആക്സെൻറ്റിലുമൊക്കെ നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ അത് പിന്നീടാകാം. കാരണം ആദ്യമേ സംസാരിക്കാനും കഴിയുന്നില്ല, നമുക്ക് എഴുതാനും കഴിയാതെ നമ്മൾ അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ കടന്നിട്ട് കാര്യമുണ്ട്. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ, എത്രയോ കുട്ടികൾ ഈ കാലത്തിനിടയിൽ എൻ്റെയൊക്കെ പഠിച്ച്
പിന്നെ വിദേശത്ത് പോയിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് ഓൺലൈനിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് മലയാളികളുണ്ട്, ഓൺലൈനിലേക്ക് ഒരുപാട് കുട്ടികൾ പോയിട്ടുമുണ്ട്. ഇപ്പോൾ ഈ ചാനലിലേക്ക് നിങ്ങളുടെ ഈ പിന്നെ മുന്നിൽ വീഡിയോ ആയിട്ട് വന്നപ്പോഴത്തേക്കൊക്കെ ഒരുപാട് പണ്ട് ഏതാണ്ട് 15, 20, 25 വർഷങ്ങൾക്ക് മുമ്പൊക്കെ എൻ്റെയൊക്കെ പഠിച്ചവരൊക്കെ ഇപ്പം എന്നെ വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു, കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ എൻ്റെയൊക്കെ പഠിച്ച് പുറത്ത് പോയവരൊക്കെ പിന്നീട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടല്ലോ, അവർ വളരെ നല്ല രീതിയിൽ ഈ ആക്സൻ്റൊക്കെ എടുത്ത് നല്ല കിണ്ണനായിട്ട് സംസാരിക്കും, എന്നേക്കാളൊക്കെ എത്ര ബെറ്ററായിട്ട്. കാരണം അതിനുള്ള സൗകര്യം ഇന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഇംഗ്ലീഷ്, ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ഇതിൽ നിന്ന് മനസ്സിലാക്കി നിങ്ങൾ നല്ല രീതിയിൽ ഇംഗ്ലീഷ് എഴുതുകയും തൻ്റെ ഇടത്തോടുകൂടി സംസാരിക്കുകയൊക്കെ ചെയ്ത് നിങ്ങളും ഇതേപോലെ എത്തിക്കഴിയാൻ നേരത്തെ നാളെ നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും ഇപ്പം ബേജാറാകണ്ട. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം. അറപ്പ്, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു അറപ്പുണ്ടല്ലോ, ആ മടി, അതാണ് ആദ്യം എടുത്ത് കളയേണ്ടത്. ആ പബ്ലിക് ഫിയർ, ആ ഫിയർ പോയി കഴിയുമ്പോഴേ നിങ്ങൾ പാതി രക്ഷപ്പെട്ടു, പാതി വിജയിച്ചു. എന്നിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് നല്ല ഇംഗ്ലീഷ് സംസാരിച്ച് വന്നിട്ട് നമുക്കതിനെ പറ്റിയൊക്കെ ചിന്തിച്ചാൽ മതി. ഇതാണ് എൻ്റെ ഉപദേശം. അതൊക്കെ നിങ്ങൾക്ക് സാവകാശം നല്ല രീതിയിൽ നിങ്ങൾ വിചാരിച്ചാൽ നേടിയെടുക്കാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങളിപ്പം ബേജാറാകുകയേ വേണ്ട. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമുക്ക് ഐ ഹാവ്, ഐ ഹാഡ്. അപ്പോൾ ഈ ഐ ഹാവ്, ഐ ഹാഡിലേക്ക് കിടക്കുന്നുണ്ട്. മറ്റത് കൂടെ ഓടിച്ച് ഞാനത് പറഞ്ഞേക്കാം. അവിടെ ഐ ആം നോട്ട്, ആം ഐ, ആറിൻ്റെ ഐ അഥവാ ആം ഐ നോട്ട്. ഐ വാസ് നോട്ട്, അതാണ് ഐ വാസിൻറ്റ്, വാസ് ഐ, വാസിൻ്റെ ഐ അഥവാ വാസ് ഐ നോട്ട്. ഇതാണ് ഞാനവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ എന്ന് എളുപ്പം പഠിക്കാൻ വേണ്ടിയിട്ടൊരു ട്രിക്കും കൂടെ പറഞ്ഞു തരികയാണ്. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ് പഠിച്ചേക്കുക. ഐ ആം, ഞാനാണ്, ഞാനുണ്ട്. ഐ ആം നോട്ട്, ഞാനല്ല, ഞാനില്ല. ആം ഐ, ഞാനാണോ, ഞാനുണ്ടോ. ആറിൻ്റെ ഐ, ഞാനല്ലേ, ഞാനില്ലേ, അത് തന്നെയാണ് ആം ഐ നോട്ട്, ഞാനല്ലേ, ഞാനില്ലേ. ഐ വാസ്, ഞാനായിരുന്നു, ഞാനുണ്ടായിരുന്നു. ഐ വാസ് നോട്ട്, ഞാനായിരുന്നില്ല, ഞാനുണ്ടായിരുന്നില്ല. അഥവാ, ഞാനല്ലായിരുന്നു, ഞാനില്ലായിരുന്നു. വാസ് ഐ, ഞാനായിരുന്നു, ഞാനുണ്ടായിരുന്നു. വാസിൻ്റെ ഐ, ഞാനായിരുന്നില്ലേ, ഉണ്ടായിരുന്നില്ലേ. അഥവാ, ഞാനല്ലായിരുന്നു, ഞാനില്ലായിരുന്നു. ഈ വാസിൻ്റെ ഐ വാസ് ഐ നോട്ട് എന്നുള്ള രീതിയിലും ഉപയോഗിക്കാം. ഇത് ഒരു ഈ മന്ത്രം ചൊല്ലുന്ന പോലെ അങ്ങ് പഠിക്കുക. ഇന്ന് ഇതിലേക്ക് കിടന്നിട്ട് ഇതും അതുപോലെ തന്നെ പറഞ്ഞു തരുമ്പോഴത്തേക്ക് ഇത് കാണാതെ പഠിക്കുക. ഐ ഹാവ്, ഐ ഹാഡ്. ഐ ഹാവിൻ്റെ അർത്ഥം എന്താണ്? എനിക്കുണ്ട്. മറ്റേ അയാമിനും ഐവാസിനും രണ്ടർത്ഥം വെച്ചുണ്ടായിരുന്നു. അയാം ഞാനാണ്, ഞാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഐ വാസ് ഞാനായിരുന്നു, ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ചോളുക, ഐ ഹാവ് ഞാനുണ്ടെന്നല്ല, എനിക്കുണ്ടെന്നാണ്. ഇത് പൊസസീവാണ്. എന്ന് പറഞ്ഞാൽ പൊസസ് എന്ന് പറഞ്ഞാൽ സ്വന്തമായി ഉണ്ടായിരിക്കുക എന്നാണ്. അപ്പം നമുക്ക് സ്വന്തമായിട്ടുണ്ടായിരിക്കുന്ന കാര്യം, അതാണ് ഐ ഹാവ്, എനിക്കുണ്ട്. ആർക്കുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കുണ്ട്. ഐ ഹാഡ്, എനിക്കുണ്ടായിരുന്നു. ആർക്കുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഐ ഹാവ് ഓരോ അർത്ഥമേ ഉള്ളൂ. ഐ ഹാവ്, എനിക്കുണ്ട്. അപ്പോൾ എനിക്കുണ്ടെന്ന് പറയാൻ നേരത്ത് അത് വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ തന്നെ പറഞ്ഞു തരും. എനിക്കൊരു ബൈക്കുണ്ടെന്ന് പറയാൻ നേരത്ത് നമ്മൾ എന്താ പറയുന്നത്? എനിക്കുണ്ട്. ഐ ഹാവ് എ ബൈക്ക്. എനിക്ക് ഭാര്യയും 2 കുട്ടികളുമുണ്ടെന്നൊരു മുതിർന്നയാൾ പറയണം. അപ്പോൾ എങ്ങനെ പറയും? എനിക്കുണ്ട്. ഐ ഹാവ് വൈഫ് ആൻഡ് 2 ചിൽഡ്രൻ. വൈഫ് എന്ന് പറയണ്ട കേട്ട. എനിക്കൊരു ഭാര്യയുണ്ട്, പിന്നെ അവന് 2 ഭാര്യ ഉണ്ടെന്നാണ്. അല്ല, ഐ ഹാവ് വൈഫ് ആൻഡ് 2 ചിൽഡ്രൻ. എനിക്ക് ഭാര്യയും 2 കുട്ടികളുമുണ്ട്. ഇന്നെനിക്ക് ഡ്യൂട്ടി ഉണ്ടെന്ന് നമ്മൾ പറയാറില്ലേ? ഇന്നെന്നുള്ളത് ടുഡേ, എല്ലാവർക്കും അറിയാം. എനിക്കുണ്ട്, ഐ ഹാവ്. ഡ്യൂട്ടി തന്നെ. അപ്പോൾ ഇന്നെനിക്ക് ഡ്യൂട്ടി ഉണ്ടെന്ന് പറയേണ്ടി വരുമ്പോൾ എന്ത് പറയും? ടുഡേ ഐ ഹാവ് ഡ്യൂട്ടി. ഈ ടുഡേ ഒടുവിലും വരാം. ഐ ഹാവ് ഡ്യൂട്ടി ടുഡേ. എനിക്ക് താല്പര്യമുണ്ട്,
എനിക്കുണ്ട്, ഐ ഹാവ് ഇൻട്രസ്റ്റ്. കണ്ട, എനിക്കുണ്ട്, ബാക്കിയുള്ളത് കൂട്ടിച്ചേർത്താൽ മതി. ഇങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്, എനിക്ക് നിന്നോട് സ്നേഹമുണ്ടെന്നുള്ളത് ഒരു ആൺകുട്ടി പെൺകുട്ടിയോട് പറയുന്നത് മാത്രമല്ല, എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് പറയാൻ പാടില്ലേ? അപ്പോൾ എനിക്കുണ്ട്, ഐ ഹാവ് ലവ് ഫോർ യു. എനിക്ക് അച്ഛനമ്മമാരുണ്ട്, ഐ ഹാവ് പേരൻസ്. എത്ര വേണേലും പറയാം. ഇങ്ങനെ എത്ര വേണേലും നിങ്ങളും ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുക. എന്തുമാത്രം ഉണ്ടാകുമോ അത്രയ്ക്ക് മാത്രം ഐ ഹാവ് എനിക്കുണ്ടെന്നുള്ളത് നമ്മുടെ മനസ്സിൽ പതഞ്ഞിരിക്കും. ഇനി അത് മാത്രം പോരല്ലോ, എനിക്ക് സഹോദരിമാരുണ്ട്, ഐ ഹാവ് സിസ്റ്റേഴ്സ്. വേറൊരാൾ പറയുന്നത് എനിക്ക് സഹോദരിമാരില്ലെന്ന് പറയത്തില്ലേ? അപ്പോൾ എന്ത് ചെയ്താച്ചാൽ മതി? ആ സഹായികളുടെ വലതുവശത്ത് നോട്ട് ഇട്ടാച്ചാൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എനിക്കുണ്ട്, ഐ ഹാവ്. എനിക്കില്ല, ഐ ഹാവ് നോട്ട്. അതാണ് ചുരുക്കി ഐ ഹാവിൻ്റെന്ന് പറയുന്നത്. ഈ ഐ ഹാവിൻ്റെന്നുള്ളത് വേറൊരു രീതിയിൽ കൂടെ പറയാം. ഐ ഡോണ്ട് ഹാവ് എന്നും പറയാം. ഐ ഡോണ്ട് ഹാവ്. അപ്പോൾ ഐ ഹാവിൻറ്റ് അല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞാൽ എനിക്കില്ലെന്നാണ്. ഐ ഹാവിൻറ്റ് സിസ്റ്റേഴ്സ്. എനിക്ക് സഹോദരിമാരില്ല. ഐ ഡോണ്ട് ഹാവ് സിസ്റ്റേഴ്സ്. എനിക്ക് സഹോദരിമാരില്ല. അത് തന്നെയാണ് ഐ ഡു നോട്ട് ഹാവ് സിസ്റ്റേഴ്സ്. ഡു നോട്ട് എന്നുള്ളത് ചുരുക്കിയാണ് ഡോണ്ട് എന്ന് പറയുന്നത്. എനിക്ക് താല്പര്യമില്ല. ഐ ഹാവിൻറ്റ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് ഇൻട്രസ്റ്റ്. ഇന്നെനിക്ക് ഡ്യൂട്ടി ഇല്ല. എനിക്കുണ്ട്, ഐ ഹാവ്. അപ്പോൾ എനിക്കില്ല, ഐ ഹാവിൻറ്റ്. ടുഡേ ഐ ഹാവിൻറ്റ് ഡ്യൂട്ടി. ഈ സ്പോക്കൺ ഇംഗ്ലീഷുകാർ ഈ ഡോണ്ട് ഹാവ് എന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, മുറിക്കേണ്ട കാര്യമില്ല. അത് വിദ്യാർത്ഥികളൊക്കെ ചെയ്തേച്ചാൽ മതി. നമ്മൾ എളുപ്പമെന്ന് പറയേണ്ട കാര്യം എന്താണ്? ഐ ഹാവിൻറ്റ് എന്ന് പറഞ്ഞേച്ചാൽ, അയ്യോ ഇന്നെനിക്ക് ഡ്യൂട്ടി ഇല്ല, ടുഡേ ഐ ഹാവിൻറ്റ് ഡ്യൂട്ടി. ഈ ഹാവ് എന്ന് പറയുന്നതിന് ഇപ്പോൾ ഉണ്ടെന്ന് പറയുമ്പം നമ്മൾ ഇനി ഇങ്ങോട്ട് വീഡിയോ ചെയ്ത് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ ഗൗരവപ്പെട്ട കാര്യത്തിലേക്ക് കിടക്കും. അങ്ങനെ കടന്നു വരാൻ നേരത്തെ ഹാവിനെ തിന്നുക, എക്സ്പീരിയൻസ് അനുഭവിക്കുക എന്നുള്ള അർത്ഥതലങ്ങളൊക്കെ ഉള്ളതുണ്ട്. അതവിടെ കിടക്കുകയാണ്. അപ്പം നമ്മളിപ്പം മലയുടെ ചൂട്ടിൽ നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞേച്ചാൽ മതി. അത്ര വളരെ ഗംഭീരമായിട്ടുള്ളതിലേക്ക് പോകണ്ട, അത് മെല്ലെ വരാം. എനിക്കിന്ന് ക്ലാസ്സിൽ നിന്നൊരു സ്കൂൾ കുട്ടി പറയാൻ നേരത്ത് ടുഡേ ഐ ഹാവിൻ്റെ ക്ലാസ് എന്നും പറയാം, ടുഡേ ഐ ഡോണ്ട് ഹാവ് ക്ലാസ് എന്നും പറയാം. എൻ്റെ കയ്യിൽ കാശില്ലെന്ന് പറയണം. എൻ്റെ ഈ കാശില്ലെന്ന് എങ്ങനെ പറയും? അവിടെ ഈ പറയുന്നത് എൻ്റെ കയ്യിലെന്നുള്ളത് പ്രയോഗമൊന്നും വേണ്ട, എനിക്കില്ല എന്നുള്ള പ്രയോഗമാണ്. ഐ ഹാവ് മണി. എൻ്റെ ഈ കാശുണ്ടെന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. എനിക്ക് പണമുണ്ട്, ഐ ഹാവ് മണി. അല്ലെങ്കിൽ എൻ്റെ ഈ കാശുണ്ട്, ഐ ഹാവ് മണി. അപ്പോൾ എനിക്ക് പണമില്ലെന്ന് എങ്ങനെ പറയും? ഐ ഹാവിൻറ്റ് മണി. അപ്പോൾ ആ മുറിച്ച രീതിയിൽ എങ്ങനെ പറയും? ഐ ഡോണ്ട് ഹാവ് മണി. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്ക് അവളോട് സ്നേഹമൊന്നുമില്ല. എനിക്കില്ല, ഐ ഹാവിൻറ്റ് ലവ് ഫോർ ഹെർ. നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നതാണ്. എനിക്കങ്ങനെ സ്നേഹമൊന്നുമില്ല, പ്രേമമൊന്നുമില്ല. ഐ ഡോണ്ട് ഹാവ് ലവ് ഫോർ ഹെർ. അയ്യോ എൻ്റെ കയ്യിൽ പേനയില്ല. ചില പിള്ളേർ അങ്ങനെയാണ്, എഴുതാൻ നേരത്തെ ഈ പേനയുണ്ടോ പെൻസിലുണ്ടോ എന്ന് നോക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഈ പേനയില്ല, ഒരു പേനയിങ്ങതാ, ഐ ഹാവിൻറ്റ് പെൻ. അപ്പം നെഗറ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ ഹാവിൻ്റെ വലതുവശത്ത് നോട്ട്, അത് ചുരുക്കി ഹാവ് നോട്ട് എന്നുള്ളത് ചുരുക്കി ഹാവിൻറ്റ്, അതല്ലെങ്കിൽ ഡോണ്ട് ഹാവ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. അപ്പോൾ ഐ ഹാവ് എനിക്കുണ്ട്, ഐ ഹാവിൻറ്റ് എനിക്കില്ല, അല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എനിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം ഐ ഹാവിൻ്റെ അത് ചേർക്കാതെ ഐ ഹാവ് വെച്ചുകൊണ്ട് നമുക്ക് ഐ ഹാവ് മണി, എനിക്ക് കാശുണ്ട്, എനിക്ക് കാശില്ല, ഐ ഹാവ് നോ മണി എന്ന് പറയാം. എനിക്ക് ഉണ്ടായിരുന്ന ഐ ഹാഡ്, അപ്പോൾ എനിക്ക് കാശില്ലായിരുന്നു, ഐ ഹാഡിൻ്റെ മണി എന്ന് പറയുന്ന പോലെ ഐ ഹാഡ് നോ മണി എന്ന് പറയാം. എനിക്ക് സമയമില്ല എന്ന് പറയുന്നതിന് ഐ ഹാവ് നോ ടൈം എന്ന് പറയാം. എനിക്ക് സമയമില്ലായിരുന്നു എന്നുള്ളതിന് ഐ ഹാഡ് നോ ടൈം എന്നും പറയാം. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ പല പല രീതികളിലൊക്കെ പറയാം. ഇതൊക്കെ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് പഠിക്കാം. കാരണം ഇനി നമുക്ക് ഈ പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഇതൊക്കെ ആക്കുമ്പോൾ സമ്മൺ, സംബഡി, സംതിങ് ഇവയൊക്കെ ആക്കുന്നതിനെ പറ്റി പ്രത്യേകമൊക്കെ ആയിട്ട് നമുക്ക് പറയേണ്ടതുണ്ട്. അത്തരം സാഹചര്യങ്ങളിലൊക്കെ ഇച്ചിരി കൂടെ വിശദമായിട്ട് നമുക്ക് പറയാം. നമുക്കിപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക.
പിന്നെ നമ്മളൊരു കാര്യം ഒരു സെൻറ്റൻസ് ഇംഗ്ലീഷിലേക്ക് പറയുമ്പോൾ ഈ രീതിയിൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റൂ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അത് പല പല രീതിയിൽ വരും. ഇനി പല പല സന്ദർഭങ്ങളിലേക്ക് അത് വേറെ പ്രയോഗത്തിൽ കൊണ്ടുവരും. ഇപ്പം ഹാവിൻ്റെ തന്നെയാണെങ്കിലും ഞാൻ പറഞ്ഞു, ഈറ്റ് തിന്നുക എന്നുള്ളതിൻ്റെ ഉണ്ട്, അനുഭവിക്കുക, എക്സ്പീരിയൻസ്, അങ്ങനെയുള്ള അർത്ഥത്തിലൊക്കെ ഹാവ് ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം കൂടി ഇതിൻ്റെ അകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാകും. അതിനൊക്കെ നമുക്ക് മുന്നോട്ട് പതിയെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അതെല്ലാം നമുക്ക് മെല്ലെ 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 പഠിച്ചു വരാം. പിന്നെ ഒരു കാര്യം, അക്കാഡമിക്കായിട്ട് പഠിക്കേണ്ടവർ അക്കാഡമിക്കായിട്ട് തന്നെ പഠിക്കുക. പിന്നെ വർത്തമാനം പറയേണ്ടത് വർത്തമാനം പറയുക. അതിലേക്ക് ഒരുപാട് ഗ്രാമറിൻ്റെയും മറ്റുമൊന്നും കൂട്ടിയിണക്കണ്ട. നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നവരും കേൾക്കുന്നവരും എല്ലാം ഗ്രാമറിൻ്റെ ആഴക്കടൽ മുങ്ങി തപ്പുന്നവരൊന്നുമല്ല. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നല്ലേ സ്പോക്കൺ ഇംഗ്ലീഷിന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആശയവിനിമയം. ഇനി രണ്ടാക്കിക്ക് ആശയം വിനിമയം ചെയ്യുക. ആശയം എന്ന് പറഞ്ഞാൽ ഐഡിയ. അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് എപ്പോഴും ഐഡിയ പ്രൊജക്റ്റ് ചെയ്യുന്ന സാധനമാണ്, അല്ലാതെ ഗ്രാമറും അതിൻ്റെ നൂലാമാലകളും അല്ല കൊടുക്കുന്നത്. വർത്തമാനം പറയുമ്പോഴത്തേക്ക് നാം പറയുന്നത് അവർക്ക് വ്യക്തമാകണം. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ വർത്തമാനവും കൂടെ പറഞ്ഞ് ശീലിക്കുക. ഒരു സംശയം വേണ്ട, പേടിക്കാതെ വർത്തമാനം പറയുക. നിങ്ങൾ 1, 2, 3 മാസത്തിനുള്ളിൽ നിങ്ങൾ ന്യായമായ വർത്തമാനക്കാരനായിക്കോളും. യാതൊരു സംശയവും അതിൻ്റെ അകത്ത് വേണ്ട. അപ്പോൾ ഇനി ചോദ്യം ചോദിക്കുകയില്ലേ, എനിക്കുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കുണ്ടോ എന്ന് ചോദിക്കണ്ടേ? എനിക്കകത്ത് സീറ്റ് വല്ലതും ഉണ്ടോ? ഇവിടെയൊന്നും കാണുന്നില്ല. അപ്പോൾ എനിക്കുണ്ട്, ഐ ഹാവ്. ഹാവിടത്ത് ഇപ്പുറത്തിട്ട് ഹാവൈ, അത്രയേ ഉള്ളൂ. എനിക്കുണ്ടോ? ഹാവൈ. എനിക്കുണ്ട്. അപ്പോൾ ഹാവ് ഐ സീറ്റ് ഇൻസൈഡ്, എനിക്കകത്ത് സീറ്റുണ്ടോ? അല്ല ഹാവ് ഐ സീറ്റ് ദെയർ, എനിക്കവിടെ സീറ്റുണ്ടോ? ഈ ഡു വെച്ചും പറയാം, ഡു ഐ ഹാവ്. വിദ്യാർത്ഥികൾക്കൊക്കെ അങ്ങനെ എഴുതാം. ഇത് രണ്ടും ശരിയാണ്. സ്പോക്കൺ ഇംഗ്ലീഷുകാരോടാണ് പറഞ്ഞത്, അത്രയും ദൈർഘ്യത്തിലേക്കൊന്നും പോകണ്ട, ഇങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോൾ ഹാവ് ഐ സീറ്റ് ദെയർ, എനിക്കവിടെ സീറ്റുണ്ടോ? ഹാവ് ഐ ക്ലാസ് ടുഡേ, എനിക്കിന്ന് ക്ലാസ് ഉണ്ടോ? എനിക്ക് ക്ലാസ് ഉണ്ടെന്ന് അങ്ങനെ പറയുന്നത്, ഐ ഹാവ് ക്ലാസ്. അപ്പോൾ ഹാവ് എടുത്ത് ഇപ്പുറത്തിട്ട് കഴിഞ്ഞാൽ ഹാവ് ഐ ക്ലാസ് ടുഡേ. ഇന്ന് ട്യൂഷനുള്ള കുട്ടി അധ്യാപകനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഇന്ന് സാറേ ട്യൂഷനുണ്ടോ? സാർ ഹാവ് ഐ ട്യൂഷൻ ടുഡേ? ഡു ഐ ഹാവ് ട്യൂഷൻ ടുഡേ? രണ്ടും ശരിയാണ്. നമ്മൾ ചോദിക്കുകയാണ് എനിക്കകത്ത് സീറ്റുണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് എന്താണ്? എനിക്കുണ്ട്, ഐ ഹാവ്. എനിക്കുണ്ടോ? ഹാവ് ഐ. ഹാവ് ഐ സീറ്റ് ഇൻസൈഡ്. ഈ ഹാവ് ഐ സീറ്റ് ഇൻസൈഡ് എന്നൊക്കെ പറയാൻ നേരത്തെ നിങ്ങൾ ഒരു കാര്യം കൂടെ ഒന്ന് ചിന്തിച്ചോണേ. ഞാൻ നേരത്തെ പറഞ്ഞ വിദ്യാർത്ഥികൾ എഴുതേണ്ടത് എന്താണ്? ഡു ഐ ഹാവ് സീറ്റ് ഇൻസൈഡ് എന്ന് എഴുതണം. കാരണം അത് ഫോർമൽ ഇംഗ്ലീഷാണ്, അക്കാഡമിക്കാണ്, മാർക്ക് മേടിക്കേണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ദെയർ ഈസ്, ദെയർ ആർ, ദെയർ വാസ്, ദെയർ വേണ്ട ഭാഗം വരുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു തരുന്നൊരു കാര്യമാണ്. ഉണ്ടെന്നുള്ളതിന് ദെയർ ഈസ് ഉപയോഗിക്കും, അതുപോലെ ദെയർ ആർ ഉപയോഗിക്കും. അത് ആ വീഡിയോയിൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ സീറ്റ് ഉണ്ടോ എന്ന് ചോദിക്കാൻ നേരത്ത് ദെയർ ഈസ് സീറ്റ്, സീറ്റുണ്ട്. അവിടെയും ഈ സഹായക്രിയ ആരംഭത്തിലെടുത്തിടാൻ നേരത്ത് ഈസ് ദെയർ സീറ്റ് എന്നായി, സീറ്റുണ്ടോ. അപ്പം എനിക്കകത്ത് സീറ്റുണ്ടോ എന്നുള്ളത് ഈസ് ദെയർ സീറ്റ് ഇൻസൈഡ്, പിന്നെ എനിക്കെന്നുള്ളത് ഫോർ മീ കൊണ്ടിട്ട് വെച്ചാൽ മതി. ഹാവ് ഐ സീറ്റ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ഈസ് ദെയർ സീറ്റ്. അപ്പം എനിക്കുണ്ടോ എന്ന് കാണിക്കാനാണ് ഫോർ മീ. ഇങ്ങനെ ഇതിന് വ്യത്യസ്ത അർത്ഥതലങ്ങളും ഉപയോഗ ശൈലികളും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ സാധാരണ തുടക്കത്തിൽ സ്പോക്കൺ ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഇത്രയെല്ലാം കൂടെ വ്യാപ്തമായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ട് ഇവിടെ ഐ ഹാവ് എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ആക്കുന്നത്, ക്വസ്റ്റ്യൻ ആക്കുന്നത്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആക്കുന്നതിൻ്റെ ഒരു സമ്പ്രദായമാണ് ഞാനീ പറഞ്ഞു തരുന്നത്. അതിന് കൂടുതൽ ഈ അക്കാഡമിക്കായിട്ട് പരീക്ഷാർത്ഥികളും വിദ്യാർത്ഥികളൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതിന് ഇച്ചിരി കൂടെ ഡെപ്ത് കൂടും, ഇച്ചിരി കൂടെ പ്രയോഗ വ്യത്യാസവും ഉണ്ടാകും. അപ്പം എനിക്കകത്ത് സീറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ഹാവ് ഐ സീറ്റ് ഇൻസൈഡ്, അത് ഇൻഫോർമൽ ഇംഗ്ലീഷാണ്. വിദ്യാർത്ഥികളും മറ്റുമൊക്കെ ചോദിക്കണം ഡു ഐ ഹാവ് സീറ്റ് ഇൻസൈഡ്. പിന്നെ മറ്റൊരു തലത്തിൽ പറയാൻ നേരത്തെ എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞത് ഈസ് ദെയർ സീറ്റ്സ് ഇൻസൈഡ്,
ഈസ് ദെയർ സീറ്റ് ഇൻ സൈഡ് ഫോർ മീ. ഇങ്ങനെ ഇംഗ്ലീഷിൽ നമുക്ക് പറയാനുള്ള പല പല ആശയങ്ങളും വ്യത്യസ്തമായ പല പല ഘടനാരീതികളിൽ പറയാൻ പറ്റും. പക്ഷെ നമുക്കെന്തായി സംസാരിക്കാൻ നേരത്ത് ഏറ്റവും ലളിതമായിട്ടുള്ള ഏറ്റവും ഈ സങ്കീർണത കുറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ തുടക്കക്കാരൊക്കെ പഠിക്കേണ്ടത്. അവരെ കൂടെ ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ആ പറഞ്ഞു തരുന്നത്. ഇനി നമ്മളൊരു മത്സരത്തിൽ പങ്കെടുക്കുകയായിരുന്നു, നമ്മൾ അബദ്ധത്തിലൊന്ന് നമുക്കത് ശരിക്കും പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ സാധാരണഗതി ചോദിക്കാറില്ലേ, എനിക്കൊരവസരം കൂടിയുണ്ടോ, എനിക്കൊരവസരമുണ്ടോ? അപ്പോൾ എനിക്കുണ്ടോ, ഹാവ് ഐ, അല്ലെങ്കിൽ ഡു ഐ ഹാവ് എ ചാൻസ് വൺസ് അഗൈൻ, വീണ്ടും ഒരിക്കൽ കൂടി ഒരു അവസരം ഉണ്ടോ എന്നാണ്. ഡു ഐ ഹാവ് എ ചാൻസ്, എനിക്കൊരവസരമുണ്ടോ? അപ്പോൾ എനിക്കൊരവസരമുണ്ടോ, ഹാവ് ഐ എ ചാൻസ്, അല്ലെങ്കിൽ ഡു ഐ ഹാവ് എ ചാൻസ്. ചില ഈ കമ്മിറ്റികളിലൊക്കെ ചിലപ്പോൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ വരും, സെക്രട്ടറി, പ്രസിഡൻറ്റ്, അങ്ങനെയൊക്കെ ആയിട്ടുള്ളത്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ചില നമ്മളോട് താല്പര്യം കാണിക്കുന്നവരോട് ചിലപ്പോൾ നമ്മൾ ചോദിക്കും, എന്താണ്, എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടുണ്ടോ, എങ്ങനെയുണ്ട് നിങ്ങളുടെ, മറ്റുള്ളവരൊക്കെ എന്ത് പറയുന്നു, എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടുണ്ടോ എന്ന് ചോദിക്കണം. എങ്ങനെയാണ് ചോദിക്കേണ്ടത്? എനിക്കുണ്ടോ, ഹാവ് ഐ യുവർ സപ്പോർട്ട്, അല്ലെങ്കിൽ ഡു ഐ ഹാവ് യുവർ സപ്പോർട്ട്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടുണ്ടോ, ഹാവ് ഐ യുവർ സപ്പോർട്ട്, അല്ലെങ്കിൽ ഡു ഐ ഹാവ് യുവർ സപ്പോർട്ട്. എപ്പോഴും അക്കാഡമിക്കായിട്ടുള്ളത് ഡു ഐ ഹാവ് തന്നെയാണ് കേട്ടോ. ഹാവ് ഐ എന്നുള്ളത് ഇൻഫോർമലായിട്ട് പറഞ്ഞു ഒന്നേ ഉള്ളൂ. എപ്പോഴും അക്കാഡമിക്കായിട്ട് ശരിയുള്ളത് ഡു ഐ ഹാവ് ആണ്. അപ്പോൾ ഹാവിൻ്റെ എനിക്കില്ലേ, അത് തന്നെയാണ് ഡോണ്ട് ഐ ഹാവ്, എനിക്കില്ലേ. അക്കാഡമിക്കായിട്ട് ഡോണ്ട് ഐ ഹാവ് വേണം. അപ്പോൾ എനിക്കില്ല എന്ന് ചോദിക്കുന്നത് ഹാവിൻ്റെ എന്ന് നമുക്ക് ഇൻഫോർമലായിട്ട് ചോദിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വതന്ത്രമായിട്ട്. അക്കാഡമിക്കായിട്ട് ഡോണ്ട് ഐ ഹാവ്, എനിക്കില്ലേ എന്ന് ചോദിക്കണം. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് സെൻറ്റൻസ്, എനിക്ക് നിൻ്റെ ക്ഷണമില്ലേ എന്ന് നമ്മൾ തമാശയായിട്ട് ചോദിക്കും. എന്താണ്, എനിക്ക് നിൻ്റെ ക്ഷണമൊന്നുമില്ലേ, എനിക്കില്ലേ, എനിക്കുണ്ട് ഐ ഹാവ്, എനിക്കില്ല ഐ ഡോണ്ട് ഹാവ്, എനിക്കുണ്ടോ ഡു ഐ ഹാവ്, എനിക്കില്ലേ ഡോണ്ട് ഐ ഹാവ്. അപ്പോൾ എനിക്ക് നിൻ്റെ ക്ഷണമില്ലേ എന്നങ്ങനെ ചോദിക്കുന്നത്. ഡോണ്ട് ഐ ഹാവ് യുവർ ഇൻവിറ്റേഷൻ, അത് തന്നെ വേറെ രീതിയിൽ ചുമ്മാ ചോദിക്കുന്നത് എങ്ങനെയാണ്, ഹാവിൻ്റെ ഐ യുവർ ഇൻവിറ്റേഷൻ. ഇപ്പോൾ ഏതെങ്കിലും കാര്യത്തിലേക്ക് നമ്മൾ ചെയ്യാൻ പോകാൻ നേരത്ത് വേണ്ട നീ അത് ചെയ്യണ്ട എന്ന് ചോദിക്കാൻ പറയുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പം പറയും, എന്താ, എനിക്ക് മതിയായ എക്സ്പീരിയൻസ് ഒന്നും ഇതിലില്ല, ഞാൻ ചെയ്തോളാം. അപ്പോൾ എനിക്ക് വേണ്ടത്ര പരിചയസമ്പത്തില്ലേ. ഈ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പരിചയസമ്പത്തെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്കില്ലേ, അവിടെയും എടുക്കേണ്ടത് എനിക്കില്ല എന്ന് എടുത്തേച്ചാൽ മതി. ഡോണ്ട് ഐ ഹാവ് മതിയായ പരിചയസമ്പത്ത്, അനുഭവസമ്പത്ത്, ഇനഫ് എക്സ്പീരിയൻസ്. അപ്പോൾ എനിക്ക് വേണ്ടത്ര എക്സ്പീരിയൻസ് ഇല്ലേ, എനിക്ക് മതിയായ എക്സ്പീരിയൻസ് ഇല്ലേ, ഡോണ്ട് ഐ ഹാവ് ഇനഫ് എക്സ്പീരിയൻസ്. ഇനി കൂട്ടുകാരെല്ലാവരും കൂടെ ഒരു കാര്യം ചെയ്യുകയാണ്. അപ്പം നമ്മളങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ്, എടാ എനിക്ക് ഇതിലൊരു പങ്കുമില്ലേ, എനിക്കിതിലൊരു പങ്കില്ലേ, എനിക്കില്ലേ, ഡോണ്ട് ഐ ഹാവിൻ്റെ ഐ, ഡോണ്ട് ഐ ഹാവ് എ റോൾ ഇൻ ഇറ്റ്, ഡോണ്ട് ഐ ഹാവ് എ റോൾ ഇൻ ഇറ്റ്. അപ്പോൾ ഇതിലെനിക്ക് ഒരു പങ്കില്ലേ. ഇതൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു തരുന്നതൊക്കെ എപ്പോഴും നമ്മൾ ചോദിക്കണമെന്നുള്ളതല്ല, എങ്ങനെയാണിതുണ്ടാക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ ഐ ഹാവ് എന്നുള്ള എൻ്റെ ഈ 4 പ്രയോഗങ്ങളാണ് ഞാനീ പറഞ്ഞു തന്നത്. അപ്പോൾ സാധാരണ നമ്മൾ വർത്തമാനം പറയുന്ന രീതിയിലാകുമ്പോൾ ഐ ഹാവ് എനിക്കുണ്ട്, ഐ ഹാവിൻ്റെ എനിക്കില്ല, ഹാവ് ഐ എനിക്കുണ്ടോ, ഹാവിൻ്റെ എനിക്കില്ലേ. പഠിക്കുന്ന കുട്ടികളും മറ്റുമൊക്കെ ഇങ്ങനെ എടുക്കുക, ഐ ഹാവ് എനിക്കുണ്ട്, ഐ ഡോണ്ട് ഹാവ് എനിക്കില്ല, ഡു ഐ ഹാവ് എനിക്കുണ്ടോ, ഡോണ്ട് ഐ ഹാവ് എനിക്കില്ലേ. ഇനി അത് വെച്ചുകൊണ്ട് സെൻറ്റൻസ് ഉണ്ടാക്കണം. ഇനി നമുക്ക് ഐ ഹാഡിലേക്ക് കിടക്കാം. ഐ ഹാഡ് എനിക്കുണ്ടായിരുന്നു, ഐ ഹാവ് എന്ന് പറയുന്നത് എനിക്കുണ്ടെന്ന് പറയുന്നതിൻ്റെ പാസ്റ്റ് രൂപം. ഐ ഹാഡ് എനിക്കുണ്ടായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ 4 രൂപത്തിലേക്ക് മാറ്റാം.
എനിക്കുണ്ടായിരുന്നു, എനിക്കില്ലായിരുന്നു, എനിക്കുണ്ടായിരുന്നു, എനിക്കില്ലായിരുന്നു, ഇങ്ങനെയല്ലേ വരേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഈ പറയുന്ന എളുപ്പമായി മാറും. സെപ്പറേറ്റ് എളുപ്പം എന്ന് പറയേണ്ട കാര്യമില്ല എന്ന് വരും. ഐ ഹാഡ് എനിക്കുണ്ടായിരുന്നു, ഐ ഹാഡിൻ്റെ എനിക്കില്ലായിരുന്നു. അപ്പോൾ ഐ ഡോണ്ട് ഹാവ് അവിടെ പറഞ്ഞില്ലേ, അത് കണക്ക് ഇവിടെ പറയേണ്ടത് ഐ ഡിഡിൻറ്റ് ഹാവ് പറയണം. ഐ ഹാഡ് എനിക്കുണ്ടായിരുന്നു, ഐ ഹാഡിൻ്റെ അഥവാ ഐ ഡിഡിൻറ്റ് ഹാവ് എനിക്കില്ലായിരുന്നു. അപ്പോൾ എനിക്കുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നത് എന്താണ്? ഹാഡ് എടുത്ത് ഇപ്പുറത്തിടുക, ഹാഡ് ഐ എനിക്കുണ്ടായിരുന്നു. ഡിഡ് വെച്ചാണെങ്കിലോ ഡിഡ് ഐ ഹാവ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്കില്ലായിരുന്നോ എന്നെങ്ങനെ പറയും? ഹാഡ് എടുത്ത് ഇപ്പുറമായിട്ടിട്ട് ഇൻഡി ചേർത്ത് ഹാഡിൻ്റെ ഐ എനിക്കില്ലായിരുന്നു. അത് തന്നെ അക്കാഡമിക് ആകുമ്പോൾ എങ്ങനെ വരും? ഡിഡിൻറ്റ് ഐ ഹാവ് എനിക്കില്ലായിരുന്നു. അപ്പോൾ എനിക്കുണ്ടായിരുന്നു ഐ ഹാഡ്, എനിക്കില്ലായിരുന്നു ഐ ഹാഡിൻറ്റ്, അഥവാ ഐ ഡിഡിൻറ്റ് ഹാവ്, ഹാവാണ്. എനിക്കുണ്ടായിരുന്നു ഹാഡ് ഐ, അഥവാ ഡിഡ് ഐ ഹാവ്. എനിക്കില്ലായിരുന്നോ ഹാഡിൻ്റെ ഐ, അക്കാഡമിക് ആകുമ്പം ഡിഡിൻറ്റ് ഐ ഹാവ്. അപ്പോൾ ഇനി അത് വെച്ചുകൊണ്ട് നമുക്ക് സെൻറ്റൻസ് ഒന്നും ഉണ്ടാക്കാം. ഈ ഐ ഹാഡ് അന്നേരം ഇപ്പം നമ്മൾ പഠിക്കാൻ നേരത്ത് നിങ്ങൾക്കൊരു ചെറിയ സംശയം ഉണ്ടായേക്കാം. ഇപ്പോൾ ഐ ഹാവ് എന്നുള്ളതിൻ്റെ നെഗറ്റീവ് ഐ ഹാവിൻ്റെന്ന് പറഞ്ഞു, പിന്നെ ഐ ഡോണ്ട് ഹാവ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഐ ഹാഡ് എന്നുള്ളത് നെഗറ്റീവ് പറഞ്ഞപ്പോഴത്തേക്ക് ഐ ഹാഡിൻ്റെ അത് നമുക്ക് മനസ്സിലായി, ഇൻ്റെ ഇട്ട് കൊടുത്തു. പിന്നെ പറഞ്ഞ എന്താണ്? ഐ ഡിഡിൻറ്റ് ഹാവ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നപ്പോൾ ഹാവിൻ്റെ പ്രയോഗത്തിലെ ഹാവ് പാസ്റ്റായിട്ടുള്ള ഹാഡിലും എങ്ങനെ ഐ ഹാവ് വന്നതെന്ന്. ഈ ഹാവ് എന്ന് പറയുന്നത് ബേസ് ഫോമാണ്. ഈ മുറിച്ച് കഴിയാൻ നേരത്ത് മെയിൻ വെർബിനെ മുറിക്കുമ്പോഴത്തേക്ക് ഡു ഡസ് ഡിഡാണ് സഹായക്രിയയായിട്ട് മുറിഞ്ഞ് കിട്ടുന്നത്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് വരേണ്ടത് ബേസ് ഫോമാണ്. അത് വെർബ് സ്പ്ലിറ്റിംഗ് എന്നും പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ നമുക്കത് നല്ല രീതിയിൽ പ്രതിപാദിക്കാം. അപ്പോൾ ഹാവിനെ സ്പ്ലിറ്റ് ചെയ്താൽ ഡു പ്ലസ് ഹാവ്, ഹാസിനെ സ്പ്ലിറ്റ് ചെയ്താൽ ഡസ് പ്ലസ് ഹാവ്, ഹാഡിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഡ് പ്ലസ് ഹാവ്. ഇവിടെ ഇപ്പോൾ ഹാസ് വരാഞ്ഞത് ഐയുടെ കൂടെ ഹാവേ വരുള്ളൂ. ഇപ്പം ഷീയുടെ പ്രയോഗം അല്ലെ ഹീയുടെ പ്രയോഗം വരുമ്പോഴത്തേക്ക് ഹാസ് വരും. അവന് ഉണ്ട്, അവൾക്കും ഉണ്ട്, അത് നമുക്ക് അതിൽ പറയാം. അതുകൊണ്ടാണ് ഹാസ് ഇവിടെ പറയാത്തത്. ഇപ്പോൾ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഹാവ് വന്നിരിക്കുന്നതെന്ന്. ഹാഡിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡിഡ് പ്ലസ് ഹാവ്, ഹാവിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡു പ്ലസ് ഹാവ്. ഇനി വരാൻ പോകുന്ന ഹാസിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡസ് പ്ലസ് ഹാവ്. അപ്പോൾ എനിക്കുണ്ടായിരുന്നു ഐ ഹാഡ്, എനിക്കില്ലായിരുന്നു ഐ ഹാഡിൻറ്റ്, അക്കാഡമിക് ആകുമ്പം ഐ ഡിഡിൻറ്റ് ഹാവ്. എനിക്കുണ്ടായിരുന്നോ ഹാഡ് ഐ, അക്കാഡമിക് ആകുമ്പം ഡിഡ് ഐ ഹാവ്. എനിക്കില്ലായിരുന്നോ ഹാഡിൻറ്റ് ഐ, അക്കാഡമിക് ആകുമ്പോൾ ഡിഡിൻറ്റ് ഐ ഹാവ്. ഇപ്പം മനസ്സിലായില്ലേ? ഇനി നമുക്ക് സെൻറ്റൻസ് ഒന്നുണ്ടാക്കാം. എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു എന്ന് പറയണം. എനിക്കുണ്ടായിരുന്നു. ഇനിയിപ്പോൾ സിമ്പിളായിപ്പോൾ, എളുപ്പമായിപ്പോവും. എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, നിങ്ങളും പറഞ്ഞോളൂ. എനിക്കുണ്ടായിരുന്ന ഐ ഹാഡ്, അപ്പോൾ ഐ ഹാഡ് ക്ലാസ്. ഇന്നലെ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, എനിക്കുണ്ടായിരുന്ന ഐ ഹാഡ്. യെസ്റ്റർഡേ ഐ ഹാഡ് ഡ്യൂട്ടി, അങ്ങനെയാണ് നെഗറ്റീവ്. ഇന്നലെ എനിക്ക് ക്ലാസ് ഇല്ലായിരുന്നു. യെസ്റ്റർഡേ എനിക്കില്ലായിരുന്നു ഐ ഹാഡിൻ്റെ, യെസ്റ്റർഡേ ഐ ഹാഡിൻ്റെ ക്ലാസ്. അക്കാഡമിക് ആകുമ്പോഴത്തേക്ക് യെസ്റ്റർഡേ ഐ ഡിഡിൻറ്റ് ഹാവ് ക്ലാസ്. അപ്പോൾ ഇന്നലെ എനിക്ക് ഡ്യൂട്ടി ഇല്ലായിരുന്നു എങ്ങനെ പറയും? യെസ്റ്റർഡേ ഐ ഹാഡിൻറ്റ് ഡ്യൂട്ടി. അക്കാഡമിക് ആകുമ്പം യെസ്റ്റർഡേ ഐ ഡിഡിൻറ്റ് ഹാവ് ഡ്യൂട്ടി. അക്കാലത്ത് എനിക്ക് ബൈക്കൊന്നും ഇല്ലായിരുന്നു നമ്മൾ പറയും. അക്കാലത്ത് എനിക്ക് വണ്ടിയൊന്നും ഇല്ലായിരുന്നു. അക്കാലത്ത് എനിക്ക് ബൈക്കില്ലായിരുന്നു. അക്കാലത്ത് എന്നൊക്കെ പറയുമ്പോൾ ദാറ്റ് ടൈം എന്ന് ചുമ്മാ പറഞ്ഞു വെച്ചാൽ മതി വർത്തമാനത്തിനും. ഇൻ ദോസ് ഡേയ്സ്, അക്കാലങ്ങളിൽ. ദാറ്റ് ടൈം, അക്കാലത്ത്, ആ സമയത്തെന്ന് പറഞ്ഞാൽ അക്കാലത്ത് എനിക്കില്ലായിരുന്നു ഐ ഹാഡിൻറ്റ് ബൈക്ക്. അക്കാഡമിക് ആകുമ്പം ഐ ഡിഡിൻറ്റ് ഹാവ് ബൈക്ക്. അപ്പോൾ എങ്ങനെ പറഞ്ഞു? എല്ലാം ഞാൻ അക്കാഡമിക് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് ബൈക്കില്ലായിരുന്നു ഐ ഹാഡിൻറ്റ് ബൈക്ക്, അല്ലെങ്കിൽ ഐ ഡിഡിൻറ്റ് ഹാവ് ബൈക്ക്
എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലായിരുന്നു നമ്മൾ പറയാറില്ലേ. എനിക്കില്ലായിരുന്നു, ഐ ഹാഡിൻ്റ് എനി ഐഡിയ അബൌട്ട് ഇറ്റ്. അതല്ലെങ്കിൽ ഐ ഡിഡൻറ്റ് ഹാവ് എനി ഐഡിയ അബൌട്ട് ഇറ്റ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. എനിക്കുണ്ടായിരുന്നോ, ഹാഡ് ഐ അല്ലെങ്കിൽ ഡിഡ് ഐ ഹാവ്? ഇന്നലെ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നോ? എനിക്കുണ്ടായിരുന്നോ, ഹാഡ് ഐ ക്ലാസ് എസ്റ്റർഡേ? അതല്ലെങ്കിൽ എങ്ങനെ പറയും, ഡിഡ് ഐ ഹാവ് ക്ലാസ് എസ്റ്റർഡേ? അപ്പോൾ ഇനി എന്തെങ്കിലും പറയാൻ നേരത്തെ തന്നെയാണ് നമ്മൾ ചിലപ്പോൾ ഓരോ വർത്തമാനത്തിലുണ്ട്. ഇപ്പോൾ എനിക്കതിനെന്ന് കാറും ജീപ്പും വല്ലതും ഉണ്ടായിരുന്നോ, എനിക്ക് കാറുണ്ടായിരുന്നോ? ഇതൊക്കെ ചുമ്മാതെ ഈ ക്വസ്റ്റ്യൻ ആക്കുന്നത് എങ്ങനെയാണെന്ന് ആക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ ഒരു ഇത് പറയുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് ചിലപ്പോൾ തോന്നും ഇങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കും. അല്ല, ഇതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആക്കുന്ന മെത്തേഡ് കാണിക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. എനിക്ക് കാറുണ്ടായിരുന്നോ, എനിക്കുണ്ടായിരുന്നു, ഐ ഹാഡ് എനിക്കുണ്ടായിരുന്നോ, ഹാഡ് ഐ കാർ? അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഡിഡ് ഐ ഹാവ് കാർ? എനിക്ക് നിന്നോട് സ്നേഹമുണ്ടായിരുന്നോ? നിൻ്റെ പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ എനിക്ക് നിന്നോട് സ്നേഹം ഉണ്ടായിരുന്നെന്ന്. എനിക്ക് നിന്നോട് സ്നേഹം ഉണ്ടായിരുന്നോ? എനിക്കുണ്ടായിരുന്നോ, ഹാഡ് ഐ ലവ് ഫോർ യു? അല്ലെങ്കിൽ എങ്ങനെ പറയും, ഡിഡ് ഐ ഹാവ് ലവ് ഫോർ യു? ഇനി നെഗറ്റീവ് ക്വസ്റ്റ്യൻ. അപ്പം നെഗറ്റീവ് ക്വസ്റ്റ്യൻ, ഐ ഹാഡ് എനിക്കുണ്ടായിരുന്നു, ഐ ഹാഡിൻ്റെ അഥവാ ഐ ഡിഡിൻറ്റ് ഹാവ് എനിക്കില്ലായിരുന്നു, ഹാഡ് ഐ അഥവാ ഡിഡ് ഐ ഹാവ് എനിക്കുണ്ടായിരുന്നോ? അപ്പം നെഗറ്റീവ് ക്വസ്റ്റ്യൻ എന്താകും, ഹാഡിൻറ്റ് ഐ. അല്ലെങ്കിൽ എങ്ങനെ പറയും, ഡിഡിൻറ്റ് ഐ ഹാവ്? ഹാഡിൻറ്റ് ഐ അല്ലെങ്കിൽ ഡിഡിൻറ്റ് ഐ ഹാവ് എന്താണ് അർത്ഥം, എനിക്കില്ലായിരുന്നോ. ഒന്നാമത് ഇപ്പോൾ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമമൊക്കെ നടക്കുന്നതല്ലേ, അപ്പോഴാണല്ലോ പണ്ട് പഠിച്ചവരെല്ലാവരും കൂടെ വന്നിട്ട് കൂടി നിൽക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഒരുത്തം വേറെ ഒരാളോട് ചോദിക്കും, എടി എനിക്ക് നിന്നോട് സ്നേഹമില്ലായിരുന്നോ? അങ്ങനെ ചോദിക്കാം. എനിക്ക് നിന്നോട് സ്നേഹമില്ലായിരുന്നോ എന്ന് നമുക്ക് ആൺകുട്ടിയോടും ചോദിക്കാം, പെൺകുട്ടിയോടും ചോദിക്കാം. അന്ന് പഠിക്കുന്ന കാലത്ത് എനിക്ക് നിങ്ങളോട് സ്നേഹമില്ലായിരുന്നോ, എനിക്ക് നിന്നോട് സ്നേഹമില്ലായിരുന്നോ, എനിക്കില്ലായിരുന്നോ? പറഞ്ഞോളൂ, നിങ്ങളും എന്നോടൊപ്പം പറഞ്ഞോളൂ. എനിക്കില്ലായിരുന്നോ, ഹാഡിൻറ്റ് ഐ ലവ് ഫോർ യു? അല്ലെങ്കിൽ അക്കാഡമിക്ക് എന്താണ്, ഡിഡിൻറ്റ് ഐ ഹാവ് ലവ് ഫോർ യു? എനിക്ക് നിന്നോട് സ്നേഹമില്ലായിരുന്നോ? വർത്തമാനത്തിലൊക്കെ നമ്മൾ ഈ ചോദ്യം ആയിട്ട് ഞാൻ എന്നുള്ള പ്രയോഗത്തെക്കുറിച്ചൊക്കെ വളരെ കുറച്ചൊക്കെ ചോദിക്കുകയുള്ളൂ, ഒരുപാടൊന്നും നമ്മൾ ചോദിക്കുകയില്ല. അതിൽ പിന്നെ ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന്, എനിക്ക് ക്ഷണമില്ലായിരുന്നോ, ഞാൻ തന്നെ എന്നോട് ചോദിക്കുക, അല്ലെങ്കിൽ വേറൊരാളോട് എനിക്ക് ക്ഷണമില്ലായിരുന്നോ എന്നൊക്കെ. പക്ഷേ സ്ട്രക്ചർ ഒന്ന് കിട്ടണം. അങ്ങനെ എനിക്കില്ലായിരുന്നോ എന്ന് വരികയാണെങ്കിൽ എന്ത് സ്ട്രക്ചർ കിട്ടണം. അതിനാണ് ഇങ്ങനെ ചുമ്മാ ഈ വരികളൊക്കെ പറഞ്ഞു തരുന്നത്. അത്ര സീരിയസ് ആയിട്ട് കൊടുക്കേണ്ട, നിങ്ങൾ സ്ട്രക്ചർ മാത്രം എടുത്ത് നോക്കി വെച്ചാൽ മതി. എനിക്ക് ക്ഷണമില്ലായിരുന്നോ, എനിക്കില്ലായിരുന്നോ, ഹാഡിൻറ്റ് ഐ ഇൻവിറ്റേഷൻ, ഹാഡിൻറ്റ് ഐ ഹിസ് ഇൻവിറ്റേഷൻ, എനിക്ക് അവൻ്റെ ക്ഷണമില്ലായിരുന്നോ? അല്ലെങ്കിൽ ഡിഡിൻറ്റ് ഐ ഹാവ് ഹിസ് ഇൻവിറ്റേഷൻ? അപ്പോൾ ഇതുപോലെ ഞാൻ ഒരുപാടൊന്നും അത് പറയുന്നില്ല, കാരണം അങ്ങനത്തെ ഒരുപാട് നമ്മൾ പറയാറില്ല. പക്ഷെ നിങ്ങളും ഇതേപോലെ ഐ ഹാഡിൻ്റെ അഥവാ ഐ ഡിഡിൻറ്റ് ഹാവ്, ഡിഡ് ഐ ഹാവ് അഥവാ ഹാഡ് ഐ, അല്ലെങ്കിൽ ഹാഡിൻറ്റ് ഐ അഥവാ ഡിഡിൻറ്റ് ഐ ഹാവ്, ഇങ്ങനെയൊക്കെ ഉള്ളത് വെച്ചോ നിങ്ങളുടെ മനസ്സിൽ വരുന്നതായിട്ടുള്ള സാധാരണ പറയുകയും ചോദിക്കുകയും ചെയ്യുന്ന സെൻറ്റൻസുകൾ ഉണ്ടാക്കണം. ഇനി നിങ്ങൾ പഠിക്കേണ്ടത് ഇങ്ങനെ അങ്ങ് പഠിച്ചേക്കണം. എനിക്കുണ്ട്, ഐ ഹാവ്. എനിക്കില്ല, ഐ ഹാവിൻ്റെ അഥവാ ഐ ഡോണ്ട് ഹാവ്. എനിക്കുണ്ടോ, ഹാവ് ഐ അഥവാ ഡു ഐ ഹാവ്. എനിക്കില്ലേ, ഹാവിൻറ്റ് ഐ അഥവാ ഡോണ്ട് ഐ ഹാവ്. എനിക്കുണ്ടായിരുന്നു, ഐ ഹാഡ്. എനിക്കില്ലായിരുന്നു, ഐ ഹാഡിൻറ്റ് അഥവാ ഐ ഡിഡിൻറ്റ് ഹാവ്. എനിക്കുണ്ടായിരുന്നോ, ഹാഡ് ഐ അഥവാ ഡിഡ് ഐ ഹാവ്. എനിക്കില്ലായിരുന്നോ, ഹാഡിൻറ്റ് ഐ അഥവാ ഡിഡിൻറ്റ് ഐ ഹാവ്. ഇനി കഴിഞ്ഞ വീഡിയോയിലേയും തന്നിട്ടുണ്ടല്ലോ, അതും ഇതുപോലെ എടുത്തിട്ട് സ്പീഡപ്പായിട്ട് അങ്ങ് പിടിച്ചു വരണം. ഇതിങ്ങനെ ബൈഹാർട്ടാക്കി വെച്ചിട്ട് നിങ്ങൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കുക. ഇനി ഇച്ചിരി വർക്കൗട്ട് ചെയ്യാനായിട്ട് ഞാൻ സെൻറ്റൻസുകൾ ഇച്ചിരി തരുന്നുള്ളൂ. നിങ്ങൾ ട്രാൻസ്ലേഷൻ ചെയ്യുക, എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് അയയ്ക്കുക. തെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. എത്രമാത്രം സെൻറ്റൻസുകൾ ഉണ്ടാക്കാമോ അത്രയും ഉണ്ടാക്കുക. ഇന്നെനിക്ക് സമയമില്ല. സമയം എന്ന് പറഞ്ഞാൽ ടൈമാണല്ലോ. വീട്ടിൽ എനിക്കൊരു പട്ടിയുണ്ട്. ഒരു പട്ടി, ഡോഗ്.
വീട്ടിലെന്നുള്ളത് ഇൻ മൈ ഹൗസ് എന്ന് പറയാം. എനിക്ക് അമ്മാവന്മാരില്ല, ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. എനിക്ക് അമ്മാവന്മാരില്ല, അമ്മാവന്മാർ, അങ്കിൾസ്. എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു, ഒരു ലക്ഷ്യം എന്നുള്ളത് ആനയും. എനിക്ക് അത്തരം സ്വപ്നങ്ങളില്ലായിരുന്നു, സച്ച് ഡ്രീംസ്, അത്തരം സ്വപ്നങ്ങൾ. എനിക്ക് നിങ്ങളുടെ അറിയിപ്പുണ്ടായിരുന്നു, നിങ്ങളുടെ അറിയിപ്പ്, യുവർ ഇൻഫർമേഷൻ. എനിക്ക് ആ നിർദ്ദേശമില്ലായിരുന്നു, ആ നിർദ്ദേശം, ദാറ്റ് സജഷൻ. എനിക്ക് നിങ്ങളുടെ സഹായമില്ലായിരുന്നോ? നെഗറ്റീവ് ക്വസ്റ്റ്യൻ. എനിക്ക് നിങ്ങളുടെ സഹായമില്ലായിരുന്നോ? നിങ്ങളുടെ സഹായം, യുവർ ഹെൽപ്പ്. അപ്പം ഇതുപോലെ നിങ്ങളും നിങ്ങളുടേതായിട്ടുള്ള സെൻറ്റൻസുകളൊക്കെ ഉണ്ടാക്കുക, അയച്ചു തരിക. ഏതാ, ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാം. നമുക്ക് ഒലക്കവേല വേണ്ടതല്ല, പരവതാനിയിൽ തന്നെ നടന്നു പോകാം. അപ്പം നിങ്ങൾ പ്രയത്നിക്കുക. ഞാൻ എൻ്റെ സപ്പോർട്ട് എന്നെ കൊണ്ടാകുന്നത് ഞാൻ നിങ്ങൾക്ക് നൽകാം. അങ്ങനെ ഒത്തുപിടിച്ചാൽ മലയും പോരും. നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുക തന്നെ ചെയ്യും. ഓക്കേ, എല്ലാവർക്കും ഭാവുകങ്ങൾ. ഗുഡ് വിഷസ്, ഗുഡ് ബൈ. അടുത്ത പാർട്ട് കാണാൻ നിങ്ങൾ ഈ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുക.